സെമിനാർ സംഘടിപ്പിച്ചു. ഈ ഓണം പവറാവും. 28 വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം. തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പിച്ച വിലക്കുറവ്. കൂടാതെ ഈസി EMI, ഈസി എക്സ്ചേഞ്ച് ഓപ്ഷനും. ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ, തലശ്ശേരി, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവിൽ കാവറിവുകൾ എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ KV ഭാസ്കരന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ പഠനശാഖയെ സത്യത്തിൽ മലയാളത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള, അതിൻ്റെ അടിത്തറയിട്ടിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് നമുക്ക് പയ്യനാട് മാഷ്, വിഷ്ണു നമ്പൂരി മാഷോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ ഈ ഫോക്ലോർ എന്ന പഠനശാഖയുടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അതിൻ്റെ വ്യത്യസ്തമായ അടരുകൾ എന്താണെന്ന് അന്വേഷിക്കുകയും അത് നമുക്ക് മുന്നിൽ പുസ്തക രൂപത്തിലും പ്രഭാഷണത്തിന്റെ രൂപത്തിലും ഒക്കെ അവതരിപ്പിക്കുകയും. പ്രമുഖ ഫോക്ലോറിസ്റ്റ് ഡോക്ടർ രാഘവൻ പയ്യനാട് കാവുകളിലെ ദേവതാ സങ്കല്പം എന്ന പ്രബന്ധവും ഡോക്ടർ KM ഭരതൻ കാവ് ദേശം സങ്കല്പം എന്ന പ്രബന്ധവും അവതരിപ്പിച്ചു. വായിൽ ക്ഷേത്രം എന്ന് വേണോ കാവ് എന്ന് വേണോ എന്നൊരു ശങ്കയിലാണ് പോകുന്നത്. പൂമാല ഭഗവതി കാവാണോ അതോ പൂമാല ഭഗവതി ക്ഷേത്രമാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ 4-5 വർഷം മുമ്പ് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാവ് എനിക്ക് അന്യമല്ല. മറത്തുകളി നടന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് ദാമോദര പണിക്കരും കോഴിക്കോടുള്ള മാധവൻ പണിക്കരുമായിരുന്നു ഒന്ന് നടത്തി. അതുകൊണ്ട് ഈ കാവ് എനിക്ക് പരിചിതമായ ഒരു മേഖലയും കൂടിയാണ്. ഞാനതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ സമയമില്ല. 3/4 മണിക്കൂർ ഞാൻ സംസാരിക്കും. 4 കാലം ഏതാണ്ടായി 5 മണിക്ക് ഞാൻ. ചന്ദ്രൻമുട്ടത്ത് മോഡറേറ്ററായി സ്മരണിക കമ്മിറ്റി കൺവീനർ PV അശോകൻ, ജയപ്രകാശ് മാസ്റ്റർ, പ്രതിഭ കരുണാകരൻ എന്നിവർ സംസാരിച്ചു. കാവുകളുടെ ക്ഷേത്രവൽക്കരണത്തിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.